ആറ്റുകാൽ പൊങ്കാല ഇടാൻ പോയ ശ്രീമതി ബിന്ദുവിനുണ്ടായ ഒരു അനുഭവമാണ് ഈ ഒരു വീഡിയോയിൽ. എല്ലാ വർഷവും ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഞാൻ പൊങ്കാല ഇടാൻ പോകാറുണ്ടായിരുന്നു. ഇപ്പോൾ എന്താന്ന് വെച്ചാൽ എനിക്ക് ഈ പ്രാവശ്യം പോകാൻ എല്ലാം കൊണ്ടും എനിക്ക് പറ്റുമായിരുന്നു. പക്ഷെ എന്താ പറ്റുക, എനിക്ക് ഞാൻ നോക്കാൻ നിൽക്കുന്ന അമ്മ വീട്ടിലൊറ്റയ്ക്കാണ്. അവരുടെ മകളും വിദേശത്താണ്. അത് കാരണം എനിക്ക് പോകാൻ പറ്റില്ല. അതിൻ്റെ വിഷമങ്ങളെല്ലാം എനിക്കുണ്ട്. അമ്മയുടെ അടുത്ത് പറയുവാണ്. ഈ കഴിഞ്ഞ 2023 കഴിഞ്ഞ വർഷത്തിൻ്റെ മുമ്പത്തെ വർഷം എല്ലാ വർഷവും ഞാനും എൻ്റെ അമ്മയും കൂടിയാണ് ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഉത്സവത്തിൻ്റെ പൊങ്കാലയുടെ തലയ്ക്കും ദിവസേ വെളുപ്പിന് നമ്മൾ അവിടെ എത്തി 8 മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ അമ്പലത്തിൻ്റെ അടുത്ത് ചെല്ലും. അവിടെ തന്നെയാണ് പൊങ്കാല ഇടുന്നത്. ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെയാണ് പൊങ്കാല ഇടാനും ഭാഗ്യം കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ആ പ്രാവശ്യം അമ്മ പറഞ്ഞു, എനിക്കിപ്പം വരാൻ പറ്റത്തില്ല, നീ ഒറ്റയ്ക്ക് പോവോ എന്ന് ചോദിച്ചു. ആരെയും കൂട്ടത്തിൽ ഞാൻ അങ്ങനെ, ഒത്തിരി പേരുണ്ട് അവിടെ നിന്നൊക്കെ എല്ലാ വർഷവും പോണതാണ്. ഞാൻ ആരെയും കൂട്ടത്തിൽ പോകത്തില്ല, ഞാൻ തന്നെ പോകും. ബസ്സിൽ തന്നെ പോയി വരണതും 4 മണിയൊക്കെ ആകുമ്പോൾ പൊങ്കാല കഴിഞ്ഞ് വീട്ടിൽ എത്താം. അങ്ങനെ ആ പ്രാവശ്യം ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. ക്ഷേത്രത്തിന്റെ നടയിൽ തന്നെ ഞാൻ എത്തി. എനിക്ക് പോകാനൊക്കെ നല്ല സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ഞാനങ്ങ് പോയി. ക്ഷേത്രത്തിനടുത്ത് തന്നെ ചെന്നു. അങ്ങനെ നിൽക്കുവാണ്. ഒരു 3 മണിയായി കാണും. അപ്പോഴുണ്ട് ഒരമ്മ. അമ്മ എന്ന് പറഞ്ഞാ എനിക്ക് പറയാൻ പറ്റണില്ല അത് എന്ത് വേഷമാണെന്ന്. അപ്പൂപ്പൻ താടി പോലെ നരച്ച തലമുടി, നല്ല വെള്ള സെറ്റുമുണ്ടൊക്കെ ഉടുത്ത് ഒരമ്മ. ആ അമ്മ എന്ന് പറഞ്ഞാ അങ്ങ് കൂനി നിൽക്കുവാണ്, റാ പോലെ. അവർക്ക് നൂന്ന് നിൽക്കാൻ പറ്റത്തില്ല. എന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുവന്ന് അടുത്ത് അമ്പലത്തിരി ക്ഷേത്രത്തിന്റെ അടുത്ത് ഞാൻ അടുപ്പൊക്കെ പൂട്ടി നിൽക്കുവാണ്. ആരെയും വീട്ടിന്റെ അടുത്തുള്ള ആരെയും കണ്ടതുമില്ല. സാരമില്ല, അമ്മ കൂട്ടുണ്ടല്ലോ എന്നുള്ളൊരു വിശ്വാസത്തിൽ നിൽക്കുവാണ്. അങ്ങനെ എന്നപ്പോഴാണ് ഈ അമ്മ എൻ്റെ അടുത്ത്. ഈ അമ്മ എവിടെ നിന്ന് വന്നു എങ്ങനെ വന്നെന്നൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷെ അമ്മയുടെ കയ്യിൽ ഒത്തിരി സാധനങ്ങളുണ്ട്. തൂക്കുപാത്രം, വലിയ തൂക്കുപാത്രം, കുറേ സാധനങ്ങൾ. പക്ഷെ ഈ അമ്മയുടെ ആ രീതി അനുസരിച്ച് ഇതൊന്നും അമ്മയ്ക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. അമ്മ പക്ഷെ ഒറ്റയ്ക്കാണ് വന്നത്. ഒരാളുടെ സഹായം ഉണ്ടെങ്കിലേ ആ അമ്മയ്ക്ക് തറയിൽ ഇരിക്കാൻ പോലും പറ്റത്തുള്ളൂ. നടക്കാൻ അവർക്ക് നമ്മൾ നടക്കണ പോലെയൊന്നും നടക്കത്തില്ല. അത്ര ബുദ്ധിമുട്ടുള്ള ഒരു അമ്മ. ഒരു 10-90 വയസ്സ് വരും. അപ്പോൾ ഈ അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോൾ ഒറ്റയ്ക്കാണോ പൊങ്കാല ഇടാൻ വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ എല്ലാ വർഷവും എൻ്റെ അമ്മയും ഞാനും കൂടിയാണ് പൊങ്കാല ഇടാൻ വരുന്നത്. ഈ പ്രാവശ്യം അമ്മയ്ക്ക് വരാൻ പറ്റിയില്ല, അത് കാരണം ഞാൻ ഒറ്റയ്ക്കാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പം മോളെ ഞാനും ഒറ്റയ്ക്കാണ്. അപ്പോൾ നമുക്ക് 2 പേർക്കും കൂട്ടായല്ലോ എന്ന് പറഞ്ഞു. ശരി. അപ്പൊ ഈ അമ്മ ഞാൻ ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോഴും അമ്മ അങ്ങ് റാ പോലെ വളഞ്ഞു നിൽക്കുവാണ്. അപ്പൊ എനിക്കിത് കണ്ടപ്പോൾ അങ്ങ് പാവം തോന്നണേ. ഞാൻ പറഞ്ഞു, അമ്മ എന്ത് നേരം കൊണ്ട്. അപ്പൊ തലയ്ക്ക് ദിവസമാണ് ഈ സംഭവം. അമ്മ ഇങ്ങനെ നിന്ന നാളെയല്ലേ പൊങ്കാല, അമ്മ ഒന്ന് ഇരിക്കോ? ഇല്ല മോളെ, എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല, ഞാൻ ഇങ്ങനെയാ നിക്കണ, എനിക്ക് ഇരിക്കണ്ട എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അല്ലമ്മ ഞാൻ പിടിച്ചിരുത്താം. വേണ്ട ഞാൻ ഇങ്ങനെ നിന്നോളാം, എനിക്കൊരു കുഴപ്പവും ഇല്ല. എന്നിട്ട് അവരെല്ലാം പറക്കി വെക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മ ഇത്രയും ബുദ്ധിമുട്ടി. അപ്പൊ ഞാൻ വിചാരിച്ച അവര് ഈ തിരുവനന്തപുരത്തെ ഏതെങ്കിലും തൊട്ടടുത്തുള്ള ആരെങ്കിലും ആയിരിക്കും. കാരണം ഇത്രയും സാധനവും കൊണ്ട് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ള ഒരാളിന് ഇങ്ങനെ വരാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ ചോദിച്ചു, അമ്മ എവിടെന്നാ വരണം, അമ്മയുടെ സ്ഥലം എവിടെയാ? പറയാൻ പറ്റണില്ല ഭഗവാൻ. എന്റെ കൃഷ്ണ ഗുരുവായൂരപ്പ. അമ്മ ഉടനെ പറഞ്ഞു, ഞാനങ്ങ് എന്റെ സ്ഥലം അങ്ങ് കൊടുങ്ങല്ലൂരാ. ഞാൻ കൊടുങ്ങല്ലൂരിന്ന് അവിടെ വന്നത്. എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു, അമ്മ എന്തിനാ കൊടുങ്ങല്ലൂരിന്ന് ഇനി വന്ന് ഇത്രയും ബുദ്ധിമുട്ടി? അമ്മയ്ക്ക് റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ തമ്പാനൂർ സ്റ്റാൻഡിലെങ്കിലും പൊങ്കാല ഇട്ടാ പോരെ, അമ്മ എന്തിനാ ബുദ്ധിമുട്ടി ഇങ്ങ് വന്നത്? അപ്പൊ പറയൂ, ഇല്ല എനിക്ക് 10-90 വയസ്സായി മോളെ, ഞാൻ ഇതുവരെയും അമ്മയുടെ അടുത്ത് വന്ന് പൊങ്കാല ഇട്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാ ഞാൻ ഇവിടെ വരണം. അപ്പൊ എനിക്ക് ഇവിടെ വന്ന് പൊങ്കാല ഇടണമെന്ന് തോന്നി. ഞാൻ നോക്കി ഇവിടെ എല്ലാം ഞാൻ സ്ഥലം നോക്കി, എനിക്ക് എങ്ങും ഒരു വൃത്തി തോന്നണില്ല മോളെ. അതുകൊണ്ട് മോള് നിക്കണ കണ്ടപ്പോ എനിക്ക് മോളെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ മോളുടെ അടുത്ത് നിക്കാന്ന് വിചാരിച്ചു. അപ്പൊ
ഞാൻ ചോദിച്ചു വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അത് ഞാനും എൻ്റെ ഒരു മോനും മാത്രമേ ഉള്ളൂ. അവിടെ എന്താ ജോലി മോനും അമ്മയ്ക്കും ഒക്കെ? അത് കൊടുങ്ങല്ലൂർ അമ്പലത്തിനകത്ത് ദേവിക്ക് പൂവ് കെട്ടാ ജോലിയെന്ന്. എനിക്ക് മനസ്സിലാവണില്ല. ഈ അമ്മ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴും എനിക്കങ്ങ് ഞാൻ പറഞ്ഞു അമ്മ ഇരിക്കാൻ ഞാൻ നിർബന്ധിക്കണം. അമ്മ പക്ഷെ ഇരിക്കണില്ല. അപ്പോഴും ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് രാവിലെ ഞാൻ വെളുപ്പിന് വന്നതാ അമ്മേ, ഞാനെത്തി കിടക്കട്ടെ. അപ്പൊ മോള് കിടന്നോളൂ, ഞാനിവിടെ നിന്നോളാന്ന് പറഞ്ഞ് എന്റെ സാധനമൊക്കെ അമ്മ നോക്കിയിരിക്കും നിൽക്കുവാണ്. കണ്ട പാവം തോന്നും അമ്മ നിക്കണ കണ്ട. പിറ്റേന്ന് പൊങ്കാല രാവിലെ ആയപ്പോ എല്ലാവരും കുളിച്ച് ഡ്രസ്സ് മാറി പൊങ്കാലയ്ക്കുള്ള എല്ലാം ഒരുക്കണമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മ എന്റെ ബാഗൊക്കെ നോക്കി ഇവിടെ നിൽക്കും കേട്ടോ. ഞാൻ അപ്പൊ അവിടെ കുളിക്കാനൊക്കെ നമുക്ക് ബാത്റൂമിൽ പോകാനൊക്കെ നല്ല സൗകര്യമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മ എന്റെ ഇതെല്ലാം നോക്കി ഇവിടെ നിൽക്കുക കേട്ടോ, ഞാൻ പോയി കുളിച്ചിട്ട് വന്നിട്ട് അമ്മയ്ക്ക് പോവാൻ കുളിക്കാം. അപ്പൊ അമ്മയുടെ സാധനം ഞാൻ നോക്കിക്കോളാം. അപ്പോഴേ ഞാൻ കലത്തിൽ വെള്ളമൊക്കെ വെക്കാം, അമ്മ ഒന്നും ചെയ്യല്ലേ, വെള്ളമൊക്കെ ഞാൻ പിടിച്ചുകൊണ്ട് വെക്കാം, നമുക്ക് രണ്ടുപേർക്കും ഒരു പാത്രത്തിൽ മതി അമ്മയെ വെള്ളം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ശരി മോളെ എന്ന് പറഞ്ഞു, മോള് പോയിട്ട് വാന്ന് പറഞ്ഞു. ഞാൻ കുളിക്കാനും പോയിട്ട് അത്രയും തിരക്കിന്റെ ഇടയിൽ ഞാൻ പോയി. പെട്ടെന്ന് വേഗം വന്ന് എന്റെ എല്ലാം അമ്മയെ ഏൽപ്പിച്ചിട്ടല്ലേ പോയ പാവ അമ്മയ്ക്ക് ഇരിക്കാനൊന്നും പറ്റില്ലല്ലോ. അത് കാരണം ഞാൻ ഓടി വന്നു. പെട്ടെന്ന് ചെന്നപ്പം തന്നെ എനിക്ക് സ്ഥലം കിട്ടി ഓടി ഞാൻ വന്നു. പക്ഷെ വെള്ളം പിടിക്കാനൊക്കെ നമുക്ക് അവിടെ പോയി പിടിക്കാൻ പറ്റത്തുള്ളൂ, പൈപ്പ് അങ്ങ് വെച്ചിട്ടുണ്ട് നീളത്തിന്. അമ്മയ്ക്ക് അങ്ങോട്ട് പോവാനൊന്നും പറ്റത്തില്ല, തിരക്കും അടുത്തടുത്തടുത്ത് അടുപ്പും എല്ലാം കൊണ്ട് ഭയങ്കര. അമ്പല നടയിൽ പൊങ്കാല ഇടാൻ പോകുന്നവർക്ക് അറിയാം അവിടുത്തെ കാര്യങ്ങള്, കാലൂന്നാ സ്ഥലം കാണത്തില്ല. അപ്പൊ ഞാൻ വന്നതും അത്ഭുതപ്പെട്ടു പോയി. അമ്മ കുളിച്ച് ഉടുത്തിരുന്ന ഡ്രസ്സ് മാറ്റി വേറെ നല്ല വെള്ള ഡ്രസ്സും ഇട്ട് അമ്മ നെറ്റി കുറിയൊക്കെ ഇട്ട് എന്റെ കാലവും അമ്മയുടെ കാലവും കഴുകി കലത്തില് തെറ്റിപ്പൂവും തുളസിപ്പൂവും വെച്ച് മാല കെട്ടി ചന്ദനക്കുറി ഇട്ട് കലത്തിൽ വെള്ളവും വെച്ച് അമ്മ നോക്കി നിൽക്കുക. എന്നെ എനിക്ക് എന്നിട്ടും മനസ്സിലായില്ല. ഞാൻ ഓടി അമ്മയോട് പറഞ്ഞു അമ്മ എന്തിനാ ഇതൊക്കെ ചെയ്ത്? ഞാൻ ചെയ്യുമായിരുന്നല്ലോ, അമ്മയെ കൊണ്ട് പറ്റും. സാരമില്ല മോളെ, ഞാൻ ചെയ്ത് ഞാൻ ആദ്യമായിട്ടാ പൊങ്കാലയ്ക്ക് വന്നെങ്കിൽ എനിക്ക് ഇതെല്ലാം അറിയാം മോളെ എന്ന് പറഞ്ഞു. ഈ കൊടുങ്ങല്ലൂരിൽ നിന്ന് വന്ന ഈ അമ്മ ആദ്യമായിട്ട് വരണം. ഈ 90 വയസ്സായ അമ്മ തോന്നു പോലും നിൽക്കാൻ പറ്റാത്ത അമ്മ. ഇത്രയും തിരക്കിന്റെ ഇടയിൽ ഞാൻ പെട്ടെന്ന് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോ അമ്മ എന്റെ അടുത്ത് പറയുവാണ് ഇനി മോള് നല്ലതായിട്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ, അമ്മ എല്ലാം കേൾക്കണുണ്ട്, മോളെല്ലാം പ്രാർത്ഥിച്ചോളൂ. പക്ഷെ എന്റെ മനസ്സിനകത്ത് ഇത് എന്റെ അടുത്ത് നിൽക്കുന്ന സാധാരണ ഒരു മനുഷ്യ സ്ത്രീ അല്ല, ഇത് എന്തോ ഒരു ശക്തി ഇവർക്കുണ്ട് എന്നൊക്കെ എനിക്കങ്ങ് തോന്നുന്നുണ്ട്. പക്ഷെ എനിക്ക് അവരെ മുഖത്തോട്ട് നോക്കുമ്പോ എനിക്ക് അങ്ങനെ പറ്റണില്ല പറയാൻ. അത് കഴിഞ്ഞ് പൊങ്കാലയെല്ലാം കഴിഞ്ഞ് രാവിലെ ഒന്നും കഴിക്കാതെ നിൽക്കുവാണ്. രാവിലെ ആയപ്പോ ഈ പൊങ്കാല കഴിഞ്ഞതിന് ശേഷം ഈ അമ്മ പറഞ്ഞു മോള് രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അവിടെ ഒക്കെ വീടുകളിലൊക്കെ ഈ കാപ്പി കൊടുക്കും ഇഡലിയൊക്കെ. ഈ അമ്മ ഞാൻ ഇരുന്ന് ഒരു 2-3 മിനിറ്റ് കഴിയുന്ന മുമ്പ് ഞാൻ ഇങ്ങനെ ഒന്ന് കുനിഞ്ഞിരുന്നിട്ട് ഇങ്ങനെ നോക്കിയപ്പോ എന്റെ തോളി തട്ടണ. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നോക്കിയപ്പോ അമ്മ ആവി ഉറക്കണ ഇഡലിയും കറിയും കൊണ്ടുവന്നിട്ട് പാത്രത്തിൽ വെച്ചും കൊണ്ട് എനിക്ക് നീട്ടണം. അയ്യോ അമ്മ ഇത് എപ്പോഴും എവിടെ പോയി വാങ്ങിക്കൊണ്ടുവന്ന? അത് എനിക്ക് ഇവിടെ നിന്ന് കിട്ടി മോളെ. അത്ഭുതങ്ങൾ എനിക്ക് കുറേ കാട്ടി തന്നെ എനിക്ക് അമ്മ. എന്നിട്ട് 2:30 മണിക്ക് പൊങ്കാല നേദിച്ചപ്പോ ഞാൻ പറഞ്ഞു അമ്മേ ഞാൻ പോണിനി, അമ്മ എങ്ങനെ പോവും അമ്മ ഈ റെയിൽവേ സ്റ്റേഷൻ വരെ? അപ്പൊ ഈ അമ്മ അവിടെ നിൽക്കുവാണ്. അവിടെ നിൽക്കുമ്പോ തന്നെ ഞാൻ പറയും ഇനി ഞാൻ പോണമ്മേ, എന്റെ മക്കൾ വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളൂ, ഞാൻ പോണ്. പക്ഷെ ആ അമ്മ അവിടെ നിൽക്കുമ്പോഴാണ് ഞാനിങ്ങ് വന്നത്. വീട്ടിൽ വന്നിട്ട് എനിക്ക് ഒന്നും തോന്നിയില്ല. അപ്പൊ ഞാൻ വീട്ടിൽ വന്ന് എന്റെ അമ്മയുണ്ട്, അവരുടെ അടുത്ത് കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ അവർ പറഞ്ഞ കൊടുങ്ങല്ലൂരിന്ന് പൊങ്കാലയിടാൻ വന്ന ആരെന്നാ നീ വിചാരിച്ചത്? ആരെയാ അവിടെ വെളിയിൽ കാപ്പ് കെട്ടി കുടിയിരുത്തുന്നത് ഉത്സവത്തിന്? 5-ാം തീയതി കൊടുങ്ങല്ലൂരെന്നല്ലേ അമ്മേനെ അപേക്ഷിച്ച് കൊണ്ടുവന്ന് വെള്ളിയിരുത്തണത്? നിന്റെ മുമ്പ് നീ ഒറ്റയ്ക്ക് പോയപ്പോ നിന്റെ മുമ്പ് വന്നില്ലേ അമ്മ പൊങ്കാല ഇട്ട് തന്നില്ലേ, എല്ലാ കാര്യത്തിനും കൂടെ നിന്നില്ലേ? പക്ഷെ അപ്പോഴൊന്നും എനിക്കൊന്നും തോന്നിയില്ല. പിറ്റേ വന്നിട്ട് പൊങ്കാലായപ്പോ എനിക്ക് ഈ കാര്യം ഫസ്റ്റ് തൊട്ട് ഓർമ്മ വരണ. ഇതെല്ലാം എനിക്ക് കാട്ടിത്തന്നത് അത്ഭുതങ്ങളും അമ്മയുടെ സംസാരവും രീതിയും പ്രവൃത്തി. പക്ഷെ
ഇപ്പൊ എനിക്ക് പോവാൻ പറ്റാവില്ല. ഞാൻ നിൽക്കുന്ന വീട്ടിൽ അമ്മ ഒറ്റയ്ക്ക് ഉള്ളത് കൊണ്ട്. കേട്ടല്ലോ ശ്രീമതി ബിന്ദുവിന്റെ അനുഭവം. ആറ്റുകാൽ പൊങ്കാല ഇടാൻ പോയപ്പോഴുണ്ടായ ഒരു അനുഭവമാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്.